Hi friends, Redmi Note 7 Snapdragon 660 അതിനകത്ത് മാക്സിമം 25 മെഗാപിക്സൽ ക്യാമറയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ Xiaomi 48 മെഗാപിക്സൽ ക്യാമറ വെച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? ഒപ്പം തന്നെ Xiaomi Redmi Note 7 ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കിടിലൻ കോമ്പറ്റീഷൻ ഐറ്റം വരെയാണ് Realme 3. ഒപ്പം തന്നെ Galaxy S10 ന്റെ കുറച്ച് വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ്. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സ്നാപ്ഡ്രാഗൺ 660 25 മെഗാപിക്സൽ ക്യാമറയെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ റെഡ്മി നോട്ട് 7 സ്നാപ്ഡ്രാഗൺ 660 48 മെഗാപിക്സൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് അതിന് പിന്നിലെ കാരണം? Xiaomi ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിനകത്തുള്ള ക്യാമറയിലുള്ള ടെക്നോളജികൾ പിക്സൽ ബിന്നിംഗ് ഉണ്ട്, ക്വാഡ് ബയർ ഉണ്ട്, അതേപോലെ അവരുടെ ഒന്നിലധികം അൽഗോരിതം ടെക്നോളജികളും വരുന്നുണ്ട്, കണക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇത്രയധികം ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. പിക്സൽ ബിന്നിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കണിൽ അതിൻ്റെ കാർഡ് ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കാം കണ്ടിട്ടില്ലെങ്കിൽ. ഇതുപോലെ ക്വാഡ് ബയർ എന്താണെന്ന് അറിയാമോ? വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ക്യാമറയുടെ സെൻസറിനകത്ത് ഒരു ആയിരക്കണക്കിന് പിക്സലുകൾ, 1 മെഗാപിക്സലിൽ 1 മില്യൺ പിക്സൽ ഉണ്ട്. വളരെ ചെറിയ പിക്സലുകളാണത്. അതിൻ്റെയൊക്കെ മുൻപിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. കളറുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെയുള്ള കളറുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഒരു സ്ക്വയർ ആയിട്ട്. അപ്പോൾ ആ കോമ്പിനേഷനുകളിലൂടെയാണ് കളറുകളെ തിരിച്ചറിയുന്നത്. അതാണ് ബയർ. അതിപ്പോൾ പുതിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്, ക്വാഡ് ബയർ. കുറച്ചും കൂടി വിപുലമായ ഒരു സംഭവമാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളും പിന്നെ ഷവോമിയുടേതായ കുറേ അൽഗോരിതങ്ങളും ഷവോമിയുടേതായ കുറേ കണക്കുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു സംഭവം സാധ്യമാക്കുന്നത്. എങ്ങനെ സാധ്യമാക്കുന്നു? 48 മെഗാപിക്സലിൻ്റെ ഒരു ഇമേജ് എടുക്കുകയാണ്. അത് ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ പിക്സൽ ബിന്നിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി 4:1 ചുരുങ്ങും. നമുക്കറിയാം, 4 പിക്സലുകളെ ഒരുമിച്ച് ചേർക്കുന്നു. 48 മെഗാപിക്സലിലെ ഓരോന്നിലുള്ള 4 പിക്സലുകളെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ 4:1 ചുരുങ്ങി. അപ്പോൾ പിക്സലുകൾ വലുതായി, കൂടുതൽ ലൈറ്റ് വലിച്ചെടുക്കും, കൂടുതൽ ക്വാളിറ്റി കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷേ മെഗാപിക്സൽ ചുരുങ്ങും. 48 എന്നുള്ളത് 4:1 12 മെഗാപിക്സലായിട്ട്. അപ്പോൾ വരുന്ന റിസൾട്ട് 12 മെഗാപിക്സലിൻ്റെ റിസൾട്ടാണ് വരുന്നത്. ആ 12 മെഗാപിക്സലിനെ അങ്ങനെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കും. സ്നാപ്ഡ്രാഗൺ 660 12 മെഗാപിക്സൽ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അത് ചെയ്ത് ഔട്ട്പുട്ട് ക്വാളിറ്റിയിൽ തന്നെ പുറത്തേക്ക് വരും. ഈ വരുന്ന റിസൾട്ട് 12 മെഗാപിക്സലാണ്. നോർമൽ മോഡിൽ ക്ലിക്ക് ചെയ്താൽ അതിപ്പോൾ ഡേ ലൈറ്റിലായാലും ലോ ലൈറ്റിലായാലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് 12 മെഗാപിക്സലിൻ്റെയാണ്. പക്ഷേ ഷവോമിയുടെ പ്രൊഫഷണൽ മോഡിലാണ് നമ്മളത് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡേ ലൈറ്റിൽ ഈ പറയുന്ന ഒരു വലിയ എമൗണ്ട് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ക്യാമറയ്ക്ക് നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ അത് സാധിക്കും. അപ്പോൾ വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അത് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ അവർക്ക് വലുതാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ 12 മെഗാപിക്സലിൻ്റെ പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ടിനെ വലുതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 48 മെഗാപിക്സൽ റെസൊല്യൂഷനിലേക്ക് ആ ഇമേജ് ഔട്ട്പുട്ട് എത്തിച്ചേരുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. സിമ്പിളായിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 48 മെഗാപിക്സലിൻ്റെ ഫോട്ടോ എടുക്കുന്നു, 12 ചുരുക്കിയിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നു, പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും 48 മാറ്റുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് ബേസിക് ആയിട്ട് അവിടെ സംഭവിക്കുന്നത്. അതിന് ഒരുപാട് കണക്കും കാര്യങ്ങളും ഈ പറഞ്ഞ ടെക്നോളജികളുടെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു തിരക്കേടില്ലാത്ത നല്ല 48 മെഗാപിക്സലിൻ്റെ റെസൊല്യൂഷനുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ശരിക്ക് 48 മെഗാപിക്സൽ ഇമേജ് എടുത്ത് 48 തന്നെ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ആ ഒരു ക്വാളിറ്റി ഈ രീതിയിൽ വലുതാക്കി വരുന്ന ഇമേജിന് കിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ എങ്കിലും 48 മെഗാപിക്സലിൻ്റെ ഇമേജ് ആ റെസൊല്യൂഷണൽ ഇമേജിനകത്ത് കിട്ടുന്നുള്ളത് സത്യമാണ്. അവരുപയോഗിക്കുന്ന കണക്കും കാര്യങ്ങളും എന്തോ ആവട്ടെ, റിസൾട്ട് 48 മെഗാപിക്സലിൻ്റെ ആ ഒരു റെസൊല്യൂഷൻ നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് സ്നാപ്ഡ്രാഗൺ 660 ഈ 48 മെഗാപിക്സൽ ക്യാമറ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് എത്തി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ പറയാം. എന്തായാലും പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് അത് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു പുതിയ മെത്തേഡിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ പറയാം. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്കറിയില്ല. പക്ഷേ അതിന് മുമ്പ് വേറൊരു കാര്യം എനിക്കറിയാൻ കഴിഞ്ഞത്, ഈ റെഡ്മി നോട്ട് 7 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയപ്പോൾ ഇതിനൊരു 1.5 ഐറ്റം കോമ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ റിയൽമി തന്നെയാണ്. അപ്പോൾ റിയൽമി 3 എന്ന ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. റെഡ്മി നോട്ട് 5 പ്രോയ്ക്ക് ശേഷം വന്ന ഒരു കിഡിലൻ ഫോൺ റിയൽമിയിൽ നിന്നും, ഓപ്പോയുടെ സബ് ബ്രാൻഡായ റിയൽമിയിൽ നിന്നും വന്ന റിയൽമി 2 പ്രോ ഒരു സംഭവമായിരുന്നു. ഒരു അടിപൊളി ഫോണായിരുന്നു. എല്ലാം തികഞ്ഞൊരു ഫോൺ എന്ന രീതിയിലുള്ളൊരു ഫോണായിരുന്നു. റെഡ്മി നോട്ട് 7 ഒരു വ്യത്യസ്തമായ ആ റേഞ്ചിലെ ബെസ്റ്റ് ഫോണായിട്ട് മാറാൻ പോവുകയാണ്. നമുക്കറിയാം, അതിൻ്റെ പ്രോസസ്സറായാലും ഒരുപാട് ഒപ്റ്റിമൈസ് ചെയ്ത പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നോർമലായ ഒരു സ്നാപ്ഡ്രാഗൺ 660 കൂടുതൽ പെർഫോമൻസ് അവരുടെ സ്നാപ്ഡ്രാഗൺ 660 എന്ന് പറയുന്ന പ്രോസസ്സർ തരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോറുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു ഉഗ്രനായ ഫോൺ ഇറക്കാൻ ഒരുങ്ങാണ് റിയൽമി വിത്ത് 48 മെഗാപിക്സൽ ക്യാമറ.
വെറുതെ എവിടെയെങ്കിലും കേട്ട ലീക്ക് അല്ലാട്ടോ. മാധവ്, അതിൻ്റെ CEO മാധവ് തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. 48 മെഗാപിക്സൽ ക്യാമറയിൽ ഉള്ള ഒരു ഫോണിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വരുന്ന 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ചൈനയിൽ ഇറങ്ങിയിരിക്കുന്ന റെഡ്മി നോട്ട് 7 ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. ഇനി എത്താൻ കുറച്ച് വൈകുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. അത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിയൽമിയുടെ ഈ 48 മെഗാപിക്സൽ ക്യാമറ ഫോണും നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ഗംഭീര ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. പ്രൊഡക്റ്റുകൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പ്രൈസിലാണ് പിന്നെ കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്ക് നല്ല പ്രൈസിൽ 48 മെഗാപിക്സൽ ക്യാമറയുള്ള ഫോൺ 10,000 രൂപയ്ക്ക് താഴെ തന്നെ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. റിയൽമിയുടെ ഈ വരുന്ന ഫോൺ റിയൽമി 3 ആവുമോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ പേര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് റിയൽമി 3 ആവാം, അല്ലാതാവാം. എങ്കിലും 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ടാണ് ഫോൺ വരുന്നത്. അത് റെഡ്മി നോട്ട് 7 ഉള്ള പണി തന്നെയാണ്. അപ്പോൾ ഉഗ്രനായ കോമ്പറ്റീഷനുമായിട്ട് റിയൽമിയുടെ ഫോൺ വരികയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വ്യക്തമല്ല. വ്യക്തമാകുന്ന വഴിക്ക് ഇതുപോലുള്ള G-Tech അപ്ഡേറ്റ് എന്ന സെക്ഷനിലൂടെ നമ്മളത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ റിയൽമി 3 ഒരു പക്ഷേ അതായിരിക്കാം പേര്, 3 വരുന്നു 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഗാലക്സി S10 കുറിച്ചാണ് പറയാനുള്ളത്. സാംസങ്ങിൽ നിന്നുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ പോരാ, ഒരുപക്ഷെ ടെക്നോളജി മേഖല തന്നെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫോണാണ് ഗാലക്സി S10. ഡേറ്റ് ഫിക്സ് ആയിരിക്കാണ്, ഫെബ്രുവരി 20 ഫോൺ വരുന്നത്. 4 വേരിയൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും എനിക്ക് 3 വേരിയന്റിനെ കുറിച്ച് മാത്രമാണ് ക്ലാരിറ്റി ഉള്ളൂ. ആ 3 വേരിയന്റുകൾ ഗാലക്സി S10 E ആണ് ഒരെണ്ണം, തൊട്ടടുത്ത വേരിയന്റ് ഗാലക്സി S10, അത് കഴിഞ്ഞാൽ ഗാലക്സി S10 പ്ലസ്. അങ്ങനെ 3 വേരിയന്റുകൾ വരാൻ പോകുന്നത്. 3നും കാര്യമായ ചില ചേഞ്ചുകളുണ്ട്. ഏറ്റവും ടോപ്പിലുള്ള S10 പ്ലസിലേക്ക് വരുമ്പോൾ 5G ഉണ്ടായിരിക്കും. താഴെയുള്ള 2 മോഡലും അതുണ്ടാവില്ല. ആ ലാസ്റ്റുള്ള 2 S10ലും S10 പ്ലസിലും നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കിട്ടുമെന്നാണ് അറിയുന്നത്. ഏറ്റവും താഴെയുള്ള S10 Eയിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കിട്ടില്ല എന്നുള്ള പ്രധാന മാറ്റങ്ങൾ ഈ 3 ഫോണിലുണ്ടാവുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ 3 ബേസിക് ആയിട്ടുള്ള ചില ചേഞ്ചുകളാണ്. ക്ലിയർ ആയിട്ട് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ഇതൊക്കെ റൂമേഴ്സിനെ ബേസ് ചെയ്ത് പിന്നെയും കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. എങ്കിലും മൊത്തം ടെക്നോളജി മേഖലയും വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ് ഈ ഫോണിലൂടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗാലക്സി S10ന്റെ ലോഞ്ച് ഇവന്റ് സാൻ ഫ്രാൻസിസ്കോയിലാണ് നടക്കുന്നത് ഫെബ്രുവരി 20. ഒപ്പം തന്നെ 2 പ്രൊഡക്റ്റുകൾ നാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് 15-ാം തീയതി. ഒന്ന് Honor 10 Liteഉം ഒന്ന് Huawei Y9 2019. അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും പർച്ചേസ് ലിങ്കും എല്ലാം നാളെ ഈ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് അതിലൂടെ നോക്കി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് അറിയേണ്ടവർക്കും ആ ലിങ്ക് ഉപയോഗിച്ച് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ പോയിട്ട് അത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.